ഹായ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് നമ്മുടെ ഈ ബാക്ക് സൈഡിൽ പുറത്ത് അപ്പർ ബാക്കിൽ കാണുന്ന കറുത്ത പാടുകളും വെളുത്ത പാടുകളും ആണ്. ഇത് റോജിയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റോജി ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കറുത്ത പാടുകളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. ഈ അപ്പർ ബാക്കിൽ കാണുന്ന കറുത്ത പാടുകൾ കാൽസ്യം ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ കാൽസ്യം ഉൾപ്പെടുത്തി നിങ്ങൾ ശീലിക്കണം. കൂടാതെ നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ബ്യൂട്ടി പ്രോബ്ലംസിനും മാത്രമല്ല നമ്മുടെ ഒത്തിരി രോഗങ്ങൾക്ക് കാരണം നമ്മുടെ ഈ ആഹാര രീതിയിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡ്, അതുപോലെ കളർ ചേർത്ത വെള്ളങ്ങൾ തുടങ്ങി ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. കുട്ടികൾക്കാണെങ്കിൽ തന്നെയും സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ ബേക്കറി ഐറ്റംസ് കൊടുക്കണം നിർത്തി. നമ്മുടെ അമ്മമാർ നമുക്ക് തന്നിരിക്കണ പോലെ നല്ല അടയോ കോഴിക്കോട്ടയോ അങ്ങനെയുള്ള ഒറോട്ടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുട്ടികളൊന്ന് ശീലിപ്പിച്ചേ. അപ്പോൾ അവർക്കത് ശീലമാവും. അപ്പോൾ അവരവരുടെ മക്കൾക്കും അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ എളുപ്പം നോക്കി ഈ ബേക്കറീനെ ആശ്രയിക്കരുത്. ഇതെൻ്റെ റിക്വസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ നല്ലൊരു ശീലം വളർത്തണം. അത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ടിപ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കറുത്ത പാടുകൾക്കുള്ള ഏറ്റവും നല്ല ടിപ്പ് മുള്ളങ്കിയാണ്. റാഡിഷ് ജ്യൂസ് എടുത്ത് 1 സ്പൂൺ മതി റാഡിഷ് ജ്യൂസ്. അതിൽ 1 സ്പൂൺ മോരും 1 സ്പൂൺ ചെറുനാരങ്ങ ലെമൺ ജ്യൂസും ഇത് മൂന്നും കൂടെ ഒരു ബൗളിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലൊരു കോട്ടൺ മുക്കി ഈ ഏരിയയിലെല്ലാം ഈ കോട്ടൺ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു മണിക്കൂർ ഇങ്ങനെ ചെയ്യണം ഒരു ദിവസത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഉണങ്ങും, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉണങ്ങും. അപ്പോൾ വീണ്ടും ഈ കോട്ടൺ മുക്കി വീണ്ടും അവിടെ അപ്ലൈ ചെയ്യണം. അങ്ങനെ 1 മണിക്കൂർ ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ചെയ്യണം. അത് നല്ല റിസൾട്ട് കിട്ടും. അത് ഫെയ്ഡായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ എല്ലാം ആക്കാം. അപ്പോൾ ഇത് ഫെയ്ഡ് ആവുന്നവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. പിന്നെ അടുത്തൊരു ടിപ്പ് നമ്മുടെ തുളസി നീരാണ്. തുളസി നമ്മുടെ നാട്ടിൽ പല രീതിയിലുണ്ട്, പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. രാമതുളസി, കൃഷ്ണ തുളസി, കർപ്പൂര തുളസി. അപ്പോൾ ഇതിലേത് തുളസി ആയാലും വേണ്ടില്ല, നമുക്ക് തുളസിയുടെ നീര് മതി. അപ്പോൾ ഈ നീര് 1 സ്പൂൺ എടുത്ത് അതിൽ ഇരട്ടി ചെറുനാരങ്ങ നീര് ഒഴിക്കണം. അപ്പോൾ 1 സ്പൂൺ തുളസി നീരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ 2 സ്പൂൺ ലെമൺ ജ്യൂസ് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ബൗളിൽ മിക്സ് ചെയ്ത് കോട്ടൺ മുക്കി ഈ ഭാഗങ്ങളിലെല്ലാം അപ്ലൈ ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. അപ്പോൾ അത് നിങ്ങൾ ഈ പറഞ്ഞു വിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ അപ്ലൈ ചെയ്തിരുന്നാൽ മതി. എന്നിട്ട് വാഷ് ചെയ്യാവൂ. ഇനി ഒന്നും കൂടെ പറയാം. അത് ചെറുപയർ പൊടിയും ബദാം പൊടിയും 1 സ്പൂൺ എടുത്ത് അതിൽ തക്കാളി നീര്, വെള്ളിരിക്ക നീര്, ലെമൺ ജ്യൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്ത് പാക്ക് പോലെയാക്കി ഈ ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്ത് അത് ഉണങ്ങുമ്പോൾ വാഷ് ചെയ്യുക. ഇതാണ് കറുത്ത പാടുകൾക്കുള്ള റെമഡി. ഇനി നമുക്ക് വെളുത്ത പാടുകൾക്കുള്ള റെമഡി നോക്കാം. ഇതിന് ഏറ്റവും നല്ലത് ചുരക്കയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ചുരക്ക അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇത് നമുക്ക് മിക്കവാറും വെജിറ്റബിൾ ഷോപ്പിലെല്ലാം കിട്ടും. അപ്പോൾ ഈ ചുരക്കയുടെ നീര് ഈ വെളുത്ത പാടിന് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ ചുരക്കയുടെ നീരും സമം തുളസി നീരും. അപ്പോൾ 1 സ്പൂൺ ചുരക്ക നീരും 1 സ്പൂൺ തുളസി നീരും കൂടെ ഒരു ബൗളിൽ മിക്സ് ചെയ്ത് അത് കോട്ടൺ വെച്ച് ഈ വെളുത്ത പാടുകൾ, ഈ അപ്പർ ബാക്കിലുള്ള വെളുത്ത പാടുകളിലെല്ലാം അപ്ലൈ ചെയ്യണം. അത് കൂടെ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. അത് ഉണങ്ങുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ദിവസത്തിൽ 2 പ്രാവശ്യം അരമണിക്കൂർ അതിന് വേണ്ടി ചിലവിടണം. അത് ഫെയ്ഡ് ആവുന്നവരെ, ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് ഫെയ്ഡ് ആവുന്നത് വരെ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഫസ്റ്റ് എൻ്റെ റെമഡി. രണ്ടാമത്തെ റെമഡി കടുകെണ്ണയാണ് കേട്ടോ. കടുകെണ്ണ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈ വെളുത്ത പാടിൽ തേച്ച് പിടിപ്പിക്കണം. ഇത് ദിവസത്തിൽ 2 പ്രാവശ്യം രാവിലെ വൈകിട്ടും നിങ്ങളത് ഡെയിലി തേച്ച് പിടിപ്പിച്ചാൽ അത് പെട്ടെന്ന് ഫെയ്ഡാവും. അപ്പോൾ ഈ കടുകെണ്ണ ഏറ്റവും എഫക്റ്റീവാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ റെമഡീസ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്നെ നിങ്ങൾ വാച്ച് ചെയ്തതിന്
നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.